Hey guys, welcome back to Motorholic 390. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഷോക്കാണ്. ബാക്ക് ടയർ പിന്നെയും കുറച്ചും കൂടി ഓടും, ഫ്രണ്ട് ടയർ നോക്കി കഥം ഹോകയാ. രണ്ട് സൈഡ്, ഈ സൈഡ് ടു ഈ സൈഡ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് C8 ആണ് കിടക്കണേ, രണ്ട് C8 ആണ് കിടക്കണേ. ഇതിന് മുന്നും വേറെ ഇത് അപ്പോളോ എന്ന് പറഞ്ഞ ബ്രാൻഡാണെന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദിസ് ടൈം നമുക്ക് മാക്സിസ് ഇടാനുള്ളൊരു മൂഡിലാണ് നമ്മൾ പോണേ. നമ്മൾ മുന്നേയും ടയർ ചേഞ്ച് ചെയ്തിട്ടുള്ള ബ്രൈറ്റില്ലേ, ചാവക്കാട് ബ്രൈറ്റിലാണ് നമ്മൾ പോണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ലൈനിൽ കാണാം. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കണ്ടാണിശ്ശേരി കണ്ടാണിശ്ശേരിന്ന് ലെഫ്റ്റ്, റൈറ്റ് പോയ തൃശ്ശൂർ, ലെഫ്റ്റ് പോയ ഗുരുവായൂർ. ഇവിടെ ഹെൽമെറ്റ് ഉണ്ടോ നോക്കി നോക്കാം. ഹെൽമെറ്റ് ഉണ്ടോ ഏതെങ്കിലും? അതറിയാ ഇതിന് ഷോക്കാണ്. വെറുതെ മുകളിൽ തന്നെ വെച്ചു. ചാവക്കാട് നേരത്തെ പറഞ്ഞ പോലെ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് C8-ൻ്റെ ടയേഴ്സ് ആയിരുന്നു. അതിന് മുന്നേ മറ്റേ അപ്പോളോൻ്റെ ടയേഴ്സ് ആയിരുന്നു. പിന്നെ ഇപ്പം ഞാനിപ്പോൾ മാക്സിസാണ് ട്രൈ ചെയ്യാൻ പോണേ. മാക്സിസ് നല്ല ലൈഫുള്ളൊരു ടയറാണെന്ന് പറഞ്ഞ്. അപ്പോളോ അത്യാവശ്യം ലൈഫുള്ളൊരു ടയറായിരുന്നു, പക്ഷെ അത് എന്താ പറയുക, ഓഫ് റോഡിലേക്ക് ഓക്കെയാണ്. വെറ്റ് കണ്ടീഷനിലൊക്കെ, റോഡ് വെറ്റ് കണ്ടീഷനിലൊക്കെ കുറച്ച് ഷോകം അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വീണ്ടും C8-ലോട്ട് വന്നത്. C8 ഇട്ടപ്പോൾ അതൊക്കെ പെർഫെക്റ്റ് ആണ്, വെറ്റായാലും സീനൊന്നുമില്ല. പക്ഷെ ലൈഫ് വളരെ കുറവാണ്. അത്രയും സോഫ്റ്റ് റബ്ബർ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്താ പറയുക, ലൈഫ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മാക്സിസ് എല്ലാവരും പറയണത് നല്ല ലൈഫുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടയറാണെന്നാണ് എല്ലാവരും പറയണേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം. എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് ഒരു 5,000 ഓടിയതിന് ശേഷം ഞാൻ എന്തായാലും അതിൻ്റെ ഒരു അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഈ ഫ്രണ്ട് ടയർ എന്തായാലും ഫുള്ള് പോയി, അതെന്തായാലും നമുക്ക് അവിടെ തന്നെ ഇടാം. ബാക്ക് ടയർ പക്ഷേ എന്താ പറയുക, തിരിച്ചു കൊണ്ടുവരണം. നമുക്കത് ആവശ്യം വന്നാലോ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാലോ. എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. ടയർ മാറിക്കഴിഞ്ഞാൽ ടയർ വീട്ടിൽ കൊണ്ടുവന്ന് ഉടയ്ക്കുക, അതൊരു പരിപാടി. അത് പണ്ട് കാറുള്ള എപ്പോഴായാലും അങ്ങനെ തന്നെ. കാറിൻ്റെ ടയർ മാറി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടു വയ്ക്കും, അതൊരു രസമല്ലേ. ഗുരുവായൂരാണെങ്കിൽ ഭയങ്കര തിരക്കാ, സ്വാമി സീസൺ ആയതുകൊണ്ടേ. ഫുള്ള് കർണാടകക്കാര് എന്ന് പറഞ്ഞ പോലെ ഫുള്ള് കർണാടകക്കാര്, ആന്ധ്രാപ്രദേശുകാരുടെ മൂടായിട്ട് പോടെ മുറ്റം എന്ന് പറയാം കർണാടകക്കാര്. അതുകൊണ്ട് നമുക്ക് കർണാടകക്കാരെ ഇഷ്ടമല്ലേ, അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. ഇവിടെ ഫുള്ള് ഇപ്പോൾ അവരാ കർണാടകക്കാരും എന്താ പറയുക ആന്ധ്രാപ്രദേശുകാരും അവരൊക്കെയാ. അവരുടെ ഒരു ബഹളം തന്നെയാണ് അവിടെ. ഗുരുവായൂർ ഫ്ലൈ ഓവർ സാധനം പിടിച്ചില്ലേ. പണ്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റെയിൽവേ ഗേറ്റാ സാധനം ഇടയും മോനെ
പോസ്റ്റാണ്. ഇവിടെ നിന്നാണ് ട്രെയിൻ. ഇത് ലാസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ട് ഗുരുവായൂർ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. മനസ്സിലായി. ഇതിൻ്റെ അപ്പുറത്തേക്ക് ട്രാക്കില്ല. അപ്പോൾ ഇവിടുന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണതുകൊണ്ട് ഇത് പോസ്റ്റാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അരിച്ച് ഇങ്ങനെ വരണം. അയ്യോ, അതിൻ്റെ ഇടയിൽ ചില സമയത്ത് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ തിരിച്ച് സാധനം തിരിച്ചപ്പോൾ ഒന്നില്ല. കുറേ സീൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ. ഓ ഗുരുവായൂരെത്തി. ഇവിടുന്ന് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. ഇവിടുന്ന് യൂ ടേൺ ഇടണം. ഏതൊക്കെ അല്ലേ നോക്കിയേ. ഇതിപ്പോൾ ഈ സ്വാമി സീസൺ ആയതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. നേരെ അമ്പലം. ഓ ഡിഫൻഡർ മോനെ. $5,000 ഏതാണ്? ബ്രൈറ്റിന് 2-3 സ്ഥലത്ത് ഷോറൂമുകളുണ്ട് കേട്ടോ. മീൻസ് 2-3 സ്ഥലത്ത് അവരുടെ ഫ്രാഞ്ചൈസികളുണ്ട്. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഇവരുടെ അടുത്ത് തന്നെയാണ് ചെയ്യാറ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ. നമ്മൾ കാലങ്ങളായിട്ട് ഇവരുടെ അടുത്ത് ചെയ്യണത് കൊണ്ട് സജസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ഇവരിൽ എല്ലാ ടൈപ്പ് ഓഫ് ടയേഴ്സും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. മനസ്സിലായോ? ഫയർഫോഴ്സ് ഒക്കെ ഉണ്ടല്ലോ. എന്താ ചേച്ചി KSRTC വീഴുന്നു? ആ ചേട്ടന ക്ഷീണോ ചവിട്ടിയില്ലെങ്കിൽ ചേച്ചി മരിക്കും. ഇതാണ് ഗൈസ് മമ്മിയൂർ അമ്പലം. മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഉണ്ടോ? ഫയർ എഞ്ചിൻ എന്ത് സീനാണല്ലോ. എമർജൻസി ആയിട്ടാണല്ലോ പോണേ. നമ്മളിതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല ആക്ച്വലി. കയറിപ്പോട്ടെ ഞാൻ അതിൻ്റെ പിന്നാലെ ആയിട്ട് പോണതല്ല കേട്ടോ, അതല്ലാണ്ട് പോണാണേ. മുട്ടം ബ്ലോക്കാണല്ലോ. എൻ്റെ എമർജൻസി കേസും. ചേട്ടനൊന്ന് ഒതുക്കി കൊടുത്തുവിടല്ലേ. ഇനി സ്ഥലം ഉണ്ടല്ലോ അവിടെ. ഓപ്പോസിറ്റ് വണ്ടി നിൽക്കണോണ്ടായിരിക്കോ? ഓപ്പോസിറ്റ് ടോറസൊക്കെ നിൽക്കണോ? സീനാണ്. ഇറങ്ങി ഫയർഫോഴ്സ് സാർമാർ ഇറങ്ങി. ഇനി അവർ ഹാൻഡിൽ ചെയ്തോളൂ. അങ്ങനെ ബസ്സുണ്ടല്ലോ ഇവിടെ. ഓ പെട്ടെന്ന് ക്ലിയർ ആയല്ലോ ബൈക്കേഴ്സ്. പട്ടപ്പെട്ടെന്ന് പറഞ്ഞ് ക്ലിയർ ആയല്ലോ. അല്ല ഇനി കയറാനുണ്ടെന്നാണ് എൻ്റെ ഒരു എളിയമായ അഭിപ്രായം. കീപ് മാന്യത. നമ്മളിപ്പോൾ ചാവക്കാട് നിന്ന് പൊന്നാനി റോഡിൽ കയറിയിട്ടാ. ഇവിടെയൊക്കെ ആകെ മാറി. അങ്ങോട്ട് വന്നിട്ട് കുറച്ച് കാലമായി. പക്ഷെ എൻ്റെ മുന്നേ ഫുള്ള് ചേഞ്ച്. ഒരു പിട്ടിത്തന്നിട്ടല്ലേ എവിടെ എന്തൊക്കെയാന്നുള്ളത് സീനില്ലേ. ഞാൻ നോക്കും ബാക്കിലൊരു ഫ്ലൈ ഓവറൊക്കെ. ഇതിപ്പോ ഒന്നും പിടുത്തം കിട്ടാത്ത സെറ്റപ്പായി. എവിടെയാണ് ഷോപ്പ് എന്നല്ല, സ്ഥലങ്ങൾ തന്നെ മനസ്സിലാവണില്ല. Man, what a change. എന്തായാലും ചേഞ്ച് വരണം. ഈ റോഡ് ഫുൾ പണി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും.
ഗോവയ്ക്കൊക്കെ പോകാൻ വേറെ മൂടായിരിക്കും. 3 to 4 hours ഗോവ. ഇനി നമുക്ക് ആ ഷോപ്പ് കണ്ടുപിടിക്കണം. ആക്ച്വലി ഷോപ്പ് റൈറ്റ് സൈഡിലാണ്, പക്ഷെ സ്ഥലം മനസ്സിലാവാത്ത പറഞ്ഞേ ശേഷമില്ല. നോക്കാം, ലെറ്റ്സി. നമ്മളെന്തായാലും ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇവിടെ കുട്ടിക്കാണോ ഷോപ്പ്? അവിടെ ഒന്നും ഇവിടെ ഒന്നും ചേഞ്ച് ആയിട്ടില്ല. യെസ്, ഇവിടെ തന്നെയാണ് ആ ഷോപ്പ്, ബ്രൈറ്റ് ടയേഴ്സ്. ഈ സെയിം സൈസിനാണോ എൻ്റെ കിടക്കണം? ഇപ്പോൾ കണ്ടുവിടാം. ഇതൊന്ന് സാധനം മക്കളെ, മാക്സിസ്. സാധനം മാറ്റിട്ടോ, മാക്സിസ്. അത് ശരിയാട്ടോ. നമ്മൾ 2 ടയർ മാറിയുണ്ട്. ഫ്രണ്ടും ബാക്കും മാക്സിസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ടയറിൻ്റെ ഫീൽ എന്താണെന്ന് ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ അയ്യോ, ഇത് പക്ഷേ ആ ഒരു സുഖമില്ലല്ലോ, C8-ൻ്റെ ഒരു സുഖമില്ലല്ലോ. എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഈ ടയറിൻ്റെ റെസ്പോൺസുകൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഞാനത് അടുത്ത വ്ളോഗ്സിലെങ്ങാനും പറയാം. എന്തായാലും ഇന്ന് നൈറ്റ് എങ്ങാനും നമ്മളൊരു കൊടൈക്കനാൽ ട്രിപ്പ് അടിക്കും. അപ്പോൾ ആ കൊടൈ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ മനസ്സിലാവും ഈ ടയറിൻ്റെ പ്രോൺസ് ആൻഡ് കോൺസ്. ഓക്കെ, പഴയ ബാക്ക് ടയർ നമ്മൾ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ, അത് കയ്യിലുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം. അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഐ മീൻ തേഞ്ഞുണ്ട്, ഇല്ല എന്നല്ല, ബട്ട് അത് ഇനിയും ബിറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ടയറിൻ്റെ ബാക്കി ആഫ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ് റൈഡൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അടുത്ത വ്ളോഗ്സിലൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഞാൻ പലരുടെ അടുത്തും ചോദിച്ചിട്ടാണ് മാക്സിസിലോട്ട് വന്നത്. നമ്മുടെ ബ്രദർഹുഡ് ഹിമാലയൻ ക്ലബ്ബൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ ഞാൻ ഇതേപോലെ സജഷൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് മാക്സിസ് ആണ് മച്ച് ബെറ്റർ ബ്രോ. കിലോമീറ്റർ ലൈഫ് ആയാലും
വലിയ പഞ്ചറിൻ്റെ സീനുകളും അതൊക്കെ വെച്ച് നോക്കുമ്പോഴെല്ലാം മാക്സിസാണ് ബെറ്റർ. അപ്പോൾ പിന്നെ ഞാൻ ചൂസ് ചെയ്തു. ഞാനാണിത് മാക്സിസ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തത്. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാവരും ഇത്ര നല്ല അഭിപ്രായം പറയുന്ന സ്ഥിതിക്ക് എന്തായാലും നല്ല ടയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ലെറ്റ്സ് സീ. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ടയറിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് അടുത്ത റൈഡ്സിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. സെയിം നെയിം തന്നെയാണ്, മോട്ടോഹോളിക് 390. ഓക്കെ, അപ്പോൾ ദെൻ ബൈ.